ചൂട് അനുഭവപ്പെടുന്ന ഒരിടം കൂടിയാണ് കോട്ടയം. കോട്ടയത്തെ നെൽകർഷകർ നേരിടുന്നത് അസാധാരണ പ്രതിസന്ധിയാണ്. ചൂട് കൂടി കൂടുതൽ പ്രതിസന്ധി ഉണ്ടാവുന്നതിന് മുമ്പ് കനത്ത ചൂടിൽ നിന്നും നെല്ല് കൊയ്തെടുക്കാനുള്ള തത്രപ്പാടിലാണ് ജില്ലയിലെ നെൽകർഷകർ. സംസ്ഥാനത്ത് ചൂടിന്റെ ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു ജില്ല തന്നെയാണ് കോട്ടയം. ഈ ചൂടുണ്ടെങ്കിൽ പോലും ഈ ചൂടിനെ അവഗണിച്ചുകൊണ്ട് ജോലിയെടുക്കേണ്ട ഒരു പറ്റം മനുഷ്യർക്കൊപ്പമാണ് ഞാനുള്ളത്. കോട്ടയം മലരിക്കലാണ് ഇപ്പോൾ ഉള്ളത്. കൊയ്ത്ത് നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ പാടത്ത് അവർ നിൽക്കുന്നു. നെല്ലിന് കാവലിരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. വലിയ ലോറികളിലും മറ്റും അവർക്ക് നെല്ല് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഭയങ്കര ചൂടാ, പിടിച്ചിരിക്കാൻ പറ്റാത്ത ചൂടാ. ഇന്നെങ്ങനെയുണ്ട് ചൂട്? ഭയങ്കര ചൂടായിരുന്നു, ഒരു രക്ഷയില്ല. ഭയങ്കര ചൂടാ. ചൂട് കാലാവസ്ഥ വളരെ നമുക്ക് ഇതിനെ നന്നായിട്ട് അഫക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും ഇതേ സാഹചര്യം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ വെയിലിനെ അങ്ങ് സഹിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കുറേ വർഷങ്ങളായി ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയിൽ ഈ കർഷകർ അതിന്റെ വലിയൊരു ദുരിതം കൂടി അവരനുഭവിക്കുകയാണ്. നെല്ലെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിലും ഇതേ ചൂട് തുടരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു പ്രവചനം ഉള്ളത്. കേരളത്തിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭരണ പ്രതിപക്ഷ തർക്കമൊക്കെ പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഈ വേനൽക്കാലത്തെ പരാമർശിച്ചു പോകുമ്പോൾ വേനൽക്കാലത്ത് മാത്രം ഉടലെടുക്കുന്ന പുതിയ ചില സംരംഭങ്ങളും ഉണ്ടാവുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. സംസ്ഥാനത്ത് വേനൽ കടുക്കുകയാണ്. അതോടൊപ്പം ചില സംരംഭങ്ങൾ വളരുന്നുമുണ്ട്. നമ്മളിപ്പോഴുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലാണ്. വർക്കലയിൽ റോഡരികിൽ മാമ്പഴ വിൽപ്പന നടത്തുന്ന ഒരു വ്യാപാരിയാണ്. ഈ ചൂട് ആവുമ്പോഴാണ് മാമ്പഴത്തിന്റെ സീസൺ വരുന്നത്. എത്ര ദിവസമായി ഇവിടെ കച്ചവടം തുടങ്ങി? ഒരു 2 ആഴ്ച കൊണ്ട് ഇവിടെ കച്ചവടം, നല്ല കച്ചവടമാണ്. ചൂടായതുകൊണ്ടാണ്. നല്ല എല്ലാം നമ്മൾ നല്ല നാടൻ മാങ്ങയാണ് കുറച്ച് പഠിപ്പിച്ച് കൊണ്ടുവന്ന്. ഏതൊക്കെ ഇനമാണ്? ഇത് കർപ്പൂരം മാങ്ങയുണ്ട്, വെള്ളരിവെട്ടുണ്ട്, സിന്ദൂര മാങ്ങയുണ്ട്, പിന്നെ കർപ്പൂര മാങ്ങ തീർന്നു, മൾഗോവയുണ്ട്. കർപ്പൂര മാങ്ങ ഉണ്ടായിരുന്ന അതിപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ ആപ്പിൾ പേരക്കയുണ്ട്, അരിയില്ലാത്ത ആപ്പിൾ പേരക്ക, നല്ല പേരക്കയാണ്. എല്ലാം നമ്മൾ വെളിച്ചിക്കാലാണ് കൊണ്ടുവരുന്നത്. ഇതെല്ലാം നാടൻ മാങ്ങയാണ് കൊണ്ടുവരുന്നത്. സാധാരണ ഒരു കട എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ചിട്ടവട്ടങ്ങളൊന്നുമില്ല, തട്ടില്ല, മറ്റ് സംവിധാനങ്ങൾ അങ്ങനെ വിപുലമായൊന്നുമില്ല. ഒരു കുടയും ചില ട്രേകളും അതിന് മുകളിൽ വെച്ചിരിക്കുന്നതുമാണ്. അപ്പോൾ ഈ ചൂട് കാലത്ത് ഇങ്ങനൊരു ബിസിനസ് ഇവിടെ ഉണ്ട്. നമ്മൾ ജീവിക്കാൻ വേണ്ടി നമ്മൾ ശമ്പളത്തിനിരിക്കുകയാണ്. ഒരേ ദിവസം കഴിഞ്ഞു പോകാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരെ സാധനങ്ങൾ കൊണ്ടുപോയി വിൽക്കുന്നത്. എങ്ങനെയുണ്ട്? വൈകുന്നേരം ആണോ രാവിലെയാണോ അതോ ഏത് സമയത്താണ് കൂടുതൽ ആളുകൾ വരികയും? കൂടുതൽ ആളുകൾ രാവിലെയുണ്ട്, വൈകിട്ടുമുണ്ട്. ഈ ഉച്ച സമയത്ത്, ഈ ചൂട് സമയത്താണ് ആൾക്കാർ ഇറങ്ങാൻ മടിക്കുന്നത്. കുഴപ്പമില്ല, നല്ല മഴക്കാലം ആകുമ്പോഴത്തേക്കും ഇത് കാണത്തില്ല. അപ്പം വേറെ എന്തെങ്കിലും ആയിരിക്കും കൊണ്ടുവരുന്നത്. സീസൺ അനുസരിച്ചാണ് നമ്മൾ ഇത് കൊണ്ടുവരുന്നത്. ചൂട് ആൾക്കാരെ സംബന്ധിച്ച് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ കുറെ ആളുകൾക്ക് ഉപജീവനമാണ്. അതാണ്, എത്രയോ പേര് ഇതും കൊണ്ട് കഴിയുന്നറിയാം. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഒരു കുടയാണ്. ചില ട്രേകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ചില ബോക്സുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ട്രേ ഉണ്ട്. ആ ട്രേയിൽ വെച്ചിരിക്കുന്ന മാമ്പഴങ്ങളാണ്. അത് ഉപജീവനമാവുകയാണ് ഈ വേനൽക്കാലത്ത്. തിരുവനന്തപുരം ജില്ലയിലെ കീഴാറ്റിങ്ങലാണ് നമ്മളുള്ളത്. മറ്റൊരു സംരംഭയെ കൂടി പരിചയപ്പെടാം. നമുക്ക് ആദ്യം ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇവിടെ റോഡാണ്, വഴിയരികിലെ കച്ചവടമാണ്. ഇവിടെയും ഈ സീസൺ കച്ചവടമാണ്. ഇപ്പോൾ ചൂടുകാലമായി മാങ്ങയുടെ സീസണാണ്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ജ്യൂസ് അടിക്കാൻ പറ്റുന്ന മാങ്ങ? നല്ല മാങ്ങ, നല്ല നാടൻ മാങ്ങ. ഇത് കർപ്പൂരം, ഇത് മറന്നുപോയി. മൂവാണ്ടനാണോ? മൂവാണ്ടനാണ്. പിന്നെന്തുവാ? മുതലും മൂക്കം മാങ്ങ. ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് പറയുന്നത്. ഇത് എത്ര കിലോക്ക് എത്രയാണ്? കിലോ വിലയൊക്കെ ഒരു കിലോക്കെ ഇതാക്കി കൊടുക്കുന്നു. എന്തായാലും വില അറിയില്ല. ഇതിപ്പോ ഒരു ദിവസം എത്ര കിലോ ഒക്കെ പോകും? 10-15 കിലോയൊക്കെ പോകും. ഭയങ്കര. എത്ര മണി തൊട്ട് എത്ര മണി വരെ? രാവിലെ ഒരു 9:30 മണി തൊട്ട് പിന്നെ 6 മണി വരെ ഇരിക്കും. ഇങ്ങനെ ഈ വെന്തുരുകുന്ന വെയിലിൽ പോലും നിന്ന് അവർ ജോലി ചെയ്യാണ്, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി. വേനലിന്റെ എല്ലാ കാഠിന്യം പറയുമ്പോഴും ഈ ജീവിതത്തിന്റെ കാഠിന്യമാണ് ഏറ്റവും വലുത്. സി വിനോദിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.